ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇവിടുത്തെ പ്രഷർ പമ്പ് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കാണിച്ചു തരാം. അപ്പം മോൾ ഭാഗത്ത് സോളാർ കഴുകാൻ വേണ്ടി വെച്ചൊരു ടാപ്പ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രഷർ കേട്ടോ. കൈ അത്രയും വെക്കാൻ പറ്റില്ല, അത്രയും നല്ല പ്രഷറുണ്ട്. ബോഡി ജെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കൂട്ടി വെച്ചത് കേട്ടോ. പ്രഷർ കൂട്ടിയിട്ട് ബാറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. അത് ഓണാക്ക് ടാപ്പ്. പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അത് 2.1 നമ്മളിത് ലോഡ് ചെയ്ത് നിർത്തിക്കും കേട്ടോ. ഇപ്പോൾ കട്ടാവും. ഇപ്പോൾ കട്ടായി സംഭവം. അപ്പോൾ 2.1 അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 5ഓളം ബാത്റൂം ഉണ്ട്. ബോഡി ജെറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഇതാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലംബിങ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഏകദേശം ആ സൂചി നിൽക്കുന്നത് 2.1 അപ്പോൾ ഇതൊരു ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഡ്രോപ്പോ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഫ്ലഷ് ടാങ്ക് കൂടി ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഒരു ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. സംഭവം എന്തായാലും ഓക്കെയാണ്. ഇവിടെ ഇതിപ്പോൾ ഇത്ര നേരമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് വലിയൊരു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കമ്മിയാവും കേട്ടോ. അപ്പോൾ പക്കായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പ്രഷർ പമ്പ് ഇതിപ്പോൾ ഇവിടെ ഏകദേശം ലോഡാണ് സാധനം. അപ്പോൾ ഇവിടുത്തെ എയർ വാൾവ് കൂടി ലീക്ക് വരുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ വാൾവ് ഓപ്പണാണ്, അതിൽ കൂടി ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എയർ റിലീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലീക്ക് ഉണ്ടാവും, അല്ലാതെ വേറെ വെള്ളം ലോഡായി നിൽക്കുന്ന സമയത്ത് അതിൽ ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ സിൻറ്റക്സ് ബോക്സിലാണ് കണക്ഷൻ വരുന്നത്. അടിയിൽ നിന്നാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. കസ്റ്റമറിന് അടിയിൽ നിന്ന് തന്നെ അത് ഓഫാക്കാനോ ഓണാക്കാനൊക്കെ പറ്റും കേട്ടോ.